ഹലോ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. അതായിട്ട് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണേ. അപ്പോൾ അതേ യാത്രയാവാണ്. ഞാനും കുഞ്ഞാറ്റിയും സുഡും മാത്രമായിട്ട് പോകണേ. പിള്ളേരെ രണ്ടുപേരും എന്ത് ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ ഇറങ്ങി. ബസ്സിലാണ് കേട്ടോ, KSRTCയിലാണ് പോണേ. അപ്പോൾ ഞങ്ങൾക്ക് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു. നേരെ മാളയ്ക്ക് കേട്ടോ. മാളയല്ല, കുമ്പിടിയിലാണ് എൻ്റെ വീട്. അങ്ങനെ ദേ ബസ്സിലൊരു യാത്ര, എന്താ പറയുക, സൂപ്പറായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ബസ് യാത്ര. അപ്പോൾ ഇതായി നമ്മൾ കൊടകര എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. കുമ്പടിലിറങ്ങി ഓട്ടോ വിളിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോൾ ഇതേ അമ്മ നല്ല പണിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാളെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ചക്ക വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതേ ചക്കയൊക്കെ വെട്ടി പറിച്ച് ചോളയൊക്കെ പറിച്ചിടാട്ടാ. കുഞ്ഞാറ്റും ഫുഡൊക്കെ ഇതേ അവിടെ കളിച്ചോട്ട് കിടക്കുന്നുണ്ട്. കുറേ നാളായിട്ട് വീട്ടിൽ നിൽക്കാറില്ല. അമ്മയുടെ വീട്ടിലാട്ടോ. അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന കാരണം നമുക്കൊന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാട്ടാ. ആകെ ചപ്പും ചവറും കാട് പിടിച്ച് കിടക്കാട്ടാ. അപ്പം ഞാൻ ദേ കുറച്ചൊക്കെ അടിച്ച് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എതയുടെ ആ ഒരു സൈഡില്ലേ ഫുൾ നമ്മൾ മഹാഗണി വെച്ച് പിടിപ്പിച്ചേക്കാട്ടാ. അപ്പോൾ അതേ ഫുള്ള് ഇല പൊഴിച്ചിട്ട കാരണം എത്ര അടിച്ച് കഴിഞ്ഞാലും ഇന്ന് അടിച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് വീണ്ടും ചവറുന്ന ഇറങ്ങും കേട്ടോ. അങ്ങനെയാണ്. അപ്പം അമ്മയ്ക്ക് അധികം പൊടിയൊന്നും തട്ടാൻ പാടില്ലാത്ത കാരണം അമ്മ അധികം ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ വന്നിട്ട് ഞാൻ ഇത്തിരിയൊക്കെ അടിച്ച് വാരി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ നാളെ കാലത്ത് തീയിടുള്ളൂ. നല്ല വെയിലാണ്. വെയിലത്ത് തീയിടണ്ട. അപ്പോൾ അവിടെ നിൽക്കുന്ന കുരുമുളകും അതേപോലെ പ്ലാവൊക്കെ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഈ ഒരു ഭാഗം കണ്ട ഇവിടെ ആൾതാമസമില്ലാത്ത വീടാണെന്ന് തോന്നിപ്പോള് കണ്ട. ഫുള്ള് കട. നമ്മൾ ലൂബിക്ക പൊട്ടിക്കാൻ വരുന്നില്ലേ, അതിൻ്റെ ആ ഭാഗമായിട്ടത്. അറ്റത്ത് നമ്മുടെ കിണർ കേട്ടോ. അങ്ങനെ ദേ കുറച്ച് ചക്കയൊക്കെ വെട്ടി ചുള പറിച്ചതിന് ശേഷം അമ്മ വേസ്റ്റ് കൊണ്ട് കളയാൻ പോകട്ടെ. തെങ്ങിൻ്റെ കടയ്ക്ക് കൊണ്ടിടാനാട്ടാ. കുറേ നാൾക്ക് ശേഷം 1 മാസമായിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് എന്തെന്നില്ലാത്ത ഹാപ്പിനെസ്സാണ്. എത്രയ്ക്കായാലും നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. നമ്മളെ പെൺപിള്ളേരുടെ ഒരു അവസ്ഥ അല്ലേ. പിന്നെ അതേ പ്ലാവ് ഉണ്ടായിട്ടും എന്നാ പ്ലാവുമ്പോൾ കായ ഉണ്ടാവാന്ന് കാത്തിരിക്കട്ടോ. ഓരോ കൊല്ലമാകുമ്പോഴും ഇക്കൊല്ലം ഉണ്ടാവും, അടുത്ത കൊല്ലം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ വിചാരിക്കും. കുഞ്ഞു കുഞ്ഞു ചക്ക പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 2 പ്ലാവുമേ ഒന്നുമില്ല. ഒരെണ്ണെത്തുമ്പോൾ മാത്രം എന്തേ ഇതുമ്മ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിച്ചക്ക പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വലിച്ചക്ക ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നത്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ പ്രാവശ്യം. അപ്പം അമ്മ പറഞ്ഞ് കൊമ്പിറക്കി ഉണ്ടായിരുന്നു പ്ലാവിൻ്റെ, അത് കാരണമാണ് ഉണ്ടാവാത്തതെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ അതേ എൻ്റെ അടുത്ത് വീഡിയോ ഒന്നെടുത്ത് സമയം കളയാണ്ട് വേഗം ചക്കരി മോളേ എന്ന് പറഞ്ഞിട്ട് ഞാനും ചക്കരിയാനിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ മേമയൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമൻ്റെ വീട്ടിൽ പോകുന്നു കേട്ടോ. അവിടെയാണ് എൻ്റെ പിങ്കുമോളിപ്പോൾ. കാരണം വീട്ടിൽ അമ്മയില്ലാത്ത തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു മാമൻ്റെ വീട്ടിലേക്ക്. അതെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയേക്കാണ്. വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ മാമൻ്റെ വീടും. അങ്ങനെ മാമൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു. അപ്പോൾ മേമ ഉണ്ടായിരുന്നു. മേമ വന്നു. മേമ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നാട്ടോ മേമേനെ. മേമ വന്നപ്പോൾ കുറച്ച് എള്ളും ശർക്കരയൊക്കെ കൊണ്ടുവന്നുണ്ട്. പിള്ളേർക്ക് എള്ളുണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ചക്ക അരിഞ്ഞ് എനിക്ക് ഭ്രാന്തായി കണ്ട. കുറേ ഉണ്ട്, ഒരു ലോഡുണ്ട്. ഇത് പകുതി ഞാൻ പകുതിയല്ല മുക്കാൽ ഭാഗം എനിക്ക് കൊണ്ടുപോകാനും കുറച്ച് പേർക്കും വയ്ക്കൂട്ടാ. ഇനി ഇത് ഫുള്ള് വറുത്തെടുക്കണം. അതാണ് ഇനി അടുത്തൊരു ടാസ്ക്. അപ്പം അതെ അതിനിടയിൽ അമ്മ മീൻ കറി വെക്കാൻ നോക്കുന്നുണ്ട്. ചെമ്മീൻ കറി ആട്ടാ. എന്താ പിന്നെ ചക്കയിൽ നിന്ന് കുറച്ച് എടുത്ത് അരിഞ്ഞ് ഞങ്ങൾ ചക്ക കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഹസ്ബൻഡിൻ്റെ പിന്നെ അവിടെ അങ്ങനെ ചക്ക കൂട്ടാൻ കിട്ടില്ല കേട്ടോ. ചക്ക ഇല്ലാത്ത കാരണം കേട്ടോ. അപ്പം ഞാനും അമ്മയും മത്സരിച്ച് ചക്ക കൂട്ടാൻ കഴിക്കുന്ന തിരക്കില്ല. കുഞ്ഞാറ്റി സുഖമൊന്നും അത് കഴിക്കില്ല. അപ്പം ഞാൻ കഴിക്കണ സമയം കൊണ്ട് മേമ ഒരു ട്രിപ്പ് വറുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീയല്ലേ ചക്ക കൊതിച്ച് ചക്ക കൂട്ടാൻ്റെ കൊതിച്ച് നീ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഞാനാക്കാം നീ ആദ്യം കഴിക്കുന്നത് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഏകദേശമായി. ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചെന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ ചക്ക കൂട്ടാൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരാൾ ചോറിനും ഒരാൾ വറുക്കും. അങ്ങനെ വറുക്കലൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉറക്കം വന്നു തുടങ്ങി. മേമ ഇവിടെ സൈഡായി. കുഞ്ഞാറ്റ സാരിക്ക് എടുത്ത് ഇവിടെ അമ്മയും കുട്ടിയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്.
പിന്നെ ഇതേ അമ്മ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കിടക്കണ നേരെ ഇപ്പോൾ മേമ കിടന്നിട്ടുണ്ട്. അപ്പോൾ ദേ എല്ലാ പ്രാവശ്യം ഞാൻ പോരുമ്പോൾ അവരെനിക്ക് കുഞ്ഞാറ്റേൻ്റെ സുടുവിൻ്റെ കയ്യിലും എന്തെങ്കിലും ഒരു 100 രൂപയോ 500 രൂപയോ അവരേലുള്ളത് എന്താണെന്ന് കരുതി അത് എല്ലാ പ്രാവശ്യം അവർ കൊടുക്കട്ടെ, അമ്മയും മേമയും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവരറിയാണ്ട് അവർക്കാണ് കൊടുക്കുന്നത്. നാളെ കാലത്ത് മേമത് കാണായിരിക്കും. പിന്നെ ദേ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ച കേട്ടാ. കുറച്ചൊക്കെ നമ്മൾ അടിച്ചു വാരി ചവറൊക്കെ കാലത്ത് തന്നെ തീയിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാമൻ്റെ മോൻ്റെ വണ്ടിയാണ്. മാമൻ്റെ അവിടെ നിന്ന് പോയി വന്നപ്പോൾ കുണ്ടന്താണ്, കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന്. അപ്പം ഇനി ഇവരെ കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടിയും കൊണ്ട് പോകുന്നതാട്ടാ. ഇതിൽ മിക്കതും നമ്മുടെ ചെടികളൊക്കെ ഉണ്ട്, ഞാനൊക്കെ വെച്ച ചെടികളൊക്കെ ഉണ്ട്. അവർ കുറേ നാൾ കൂടി എന്നെ കാണല്ലേ, അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ. ദേ നമ്മൾ നട്ട് നനച്ച് വളർത്തിയ ഓരോ ചെടികളും എന്താ എന്നെ കാണാത്തതെന്ന് കരുതി അവർ വിഷമിക്കുന്നുണ്ടാവല്ലേ. അപ്പോൾ ദേ കാലത്തെ കാഴ്ച എന്ന് കരുതി കഴിഞ്ഞാൽ മേമ ഇന്നലെ എള്ള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ദേ എള്ളുകൊണ്ട് ഉണ്ടാക്കാൻ അമ്മ അരി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ നാളികേരം ചെരുകി ഇതേ ശർക്കരയൊക്കെ ഇടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് മിക്സിയിലിട്ടൊന്ന് അടിക്കും. പിന്നെ ദേ എള്ളും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എള്ളുകൊണ്ട് ആക്കണം. അമ്മയുടെയും കുഞ്ഞാറ്റേൻ്റെയും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുളിക്കാൻ പോവാം കേട്ടോ. വീട്ടിൽ വന്നാൽ ഫുള്ള് മടിച്ചാണ് ഞാൻ, ഒരു കാര്യം ചെയ്യാനില്ല, ഭയങ്കര മടിയാണ്. അമ്മ ദേ വെള്ളം വരെ ചൂടാക്കിയിട്ട് വെച്ച് തന്നുണ്ട് കുറേ നേരമായിട്ടാണ്. കുളിക്കീന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാ ഞാൻ കുളിക്കാൻ പോവാണ്. നല്ല ചൂടായാലും എന്താ, അമ്മയൊക്കെ ചൂടുവെള്ളമൊക്കെ വെച്ച് തന്നു കഴിഞ്ഞാലും അതുകൊണ്ടല്ലേ കുളിക്കുള്ളൂ. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ? സ്വന്തം വീട്ടിൽ നിന്ന മടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോയെന്നല്ല, എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ദേ അമ്മ എള്ള് എല്ലാം മിക്സ് ആക്കിയിട്ട് എല്ലാവരും വറുത്ത് പൊടിച്ച് നാളികേരം ശർക്കരയൊക്കെ മിക്സായിട്ട് മധുരം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അവരുടെ അടുത്ത് കൊണ്ട് നടക്കാം. അപ്പം ഞാനും നൈസായിട്ട് കുറച്ച് പൊക്കി. പിന്നെ ദേ ഉച്ചയ്ക്ക് ഫുഡ് മാമൻ്റെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് യാത്രയായി. കുഞ്ഞാറ്റ ദേ യാത്രയായി നിൽക്കണം കേട്ടോ. അപ്പോൾ ദേ ഞാനും യാത്രയായി. അമ്മ ഉടുപ്പൊക്കെ മാറി വാ നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതേ മാമൻ്റെ വീട്ടിലെത്തിയിട്ടാ. മർഫി കുട്ടാ, മർഫി മർഫി മർഫി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ മാമ വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ പോർക്കും കായയും. പിന്നെ വീട്ടിൽ നിന്ന് ചെമ്മീൻ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പപ്പടവും അച്ചാറ് വേറെ എന്തൊരു മീൻ കറി ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടാളുടെയും ഫുഡിങ് കഴിഞ്ഞത് ഈ മാമൻ ഒരു 1 ലിറ്ററിൻ്റെ എങ്ങാണ്ട് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞാറ്റയും ഫുഡും അത് മത്സരിച്ച് കഴിക്കുന്ന തിരക്കിലാട്ടാ. ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പൊക്കെ വാങ്ങിച്ച് ഇത് രണ്ടും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.